മനോജ് നമ്പ്യാർസ് ട്രാവൽ എക്സ്പീരിയൻസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോഴുള്ളത് ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ പാട്ടനിൽ ഇവിടുത്തെ പ്രസിദ്ധമായ ക്യൂൻ സ്റ്റെപ്പ് വെൽ അഥവാ റാണി കി വാവ് കാണാനാണ് ഞാൻ വന്നിരിക്കുന്നത്. മനോഹരമായ ഈ നിർമ്മിതി 2014 യുനെസ്കോ അംഗീകാരം നേടിയത്. റാണി ഉദയമതി അവരുടെ ഭർത്താവ് ഭീംദേവിൻ്റെ സ്മരണയ്ക്കായി നിർമ്മിച്ച ഈ നിർമ്മിതി ഏവരെയും ആകർഷിക്കുന്ന ഒരു പൈതൃക സ്വത്താണ്. ഈ നിർമ്മിതിയുടെ കാഴ്ചകൾ പരമാവധി പകർത്താൻ ഞാൻ ശ്രമിക്കാം. കുറേ ഭാഗങ്ങളൊക്കെ അത് ക്ഷയം സംഭവിച്ചതിനാൽ സന്ദർശനം എല്ലാ ഭാഗത്തേക്കും സന്ദർശകർക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. എന്നാലും തന്നെ ഒരുവിധം ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമുക്കിനി ഈ സ്റ്റെപ്പ് വെല്ലിൻ്റെ താഴെ ഭാഗങ്ങളിലേക്ക് പോകാം. യഥേഷ്ടം സഞ്ചാരികൾ വരുന്ന ഒരു ഇടമാണിത്. പ്രത്യേകിച്ചിട്ട് യുനെസ്കോ അംഗീകാരം നേടിയതിനാൽ 2014 യുനെസ്കോ ഈ നിർമ്മിതിക്ക് അംഗീകാരം കൊടുത്തത്. ഗുജറാത്തിലെ പ്രസിദ്ധമായ ഒരു സന്ദർശന സ്ഥലം തന്നെയാണ് റാണി കി വാവ് അഥവാ ക്യൂൻ സ്റ്റെപ്പ് വെൽ എന്ന് പറയുന്ന ഉദയമതി എന്ന പണ്ടത്തെ രാജ്ഞി അവരുടെ ഭർത്താവിൻ്റെ സ്മരണയ്ക്കായി നിർമ്മിച്ച ഈ പല പടവുകളോട് കൂടിയ ഈ കിണർ. ശ്രദ്ധിച്ചിറങ്ങണം. കുറേയധികം പടവുകളൊക്കെയാണ്. നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. താഴോട്ട് കുറേയധികം പടവുകൾ ഇറങ്ങാനുണ്ട്. ഇറങ്ങിയിട്ട് വേണം നമുക്കിത് പ്രധാന സ്ഥലത്ത് എത്തിച്ചേരാൻ. കുറേയധികം പടവുകൾ ഞാൻ ഇറങ്ങി. അതിനിടയിൽ രണ്ട് ഭാഗങ്ങളിലുമായി കുറേയധികം കൊത്തുപണികളും നിർമ്മിതികളും ഒക്കെ കാണാം. സന്ദർശകരൊക്കെ ഇഷ്ടംപോലെ ഫോട്ടോ എടുക്കാനും ഒക്കെ നിൽക്കുന്നുണ്ട്. പഴയകാലത്തെ കല്ലുകളാൽ നിർമ്മിച്ച ഈ നിർമ്മിതികൾ ആരെയും അത്ഭുതപ്പെടുത്തുന്ന തന്നെ ഒരു സംശയമില്ല. കുറച്ച് ഭാഗങ്ങളൊക്കെ ക്ഷയിച്ചു പോയിട്ടുണ്ട്. എന്നാലും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഇതിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത്. അത് വേണ്ട രീതിയിൽ സംരക്ഷിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടെന്ന് കാണാം. സ്റ്റെപ്പ് വെല്ലെന്ന് മാത്രമല്ല, സ്റ്റെപ്പ് വെല്ലിൻ്റെ ചുറ്റുമായി യഥേഷ്ടം പലതരത്തിലുള്ള ക്ഷേത്ര നിർമ്മിതികളും രൂപങ്ങളും ദൈവങ്ങളുടെ ചിത്രങ്ങളും ഒക്കെ കൊത്തുപണിയാൽ അലങ്കരിച്ചിട്ടുണ്ട്. AD 1063 ഈ സ്റ്റെപ്പ് വെല്ലിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഏതാണ്ട് 40 വർഷത്തോളം എടുത്തിട്ടാണ് ഇത് ഇത്രയും വലിയൊരു നിർമ്മിതി പൂർത്തീകരിച്ചത്. ഗുജറാത്തിൽ വന്നാൽ തീർച്ചയായും ഈ സ്ഥലം എല്ലാവരും സന്ദർശിക്കേണ്ടത് തന്നെയാണ്. ഇത് കാണാൻ വേണ്ടി മാത്രം തന്നെയാണ് ഞാനിവിടെ അഹമ്മദാബാദ് വഴി പട്ടനിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ ഒരേ ഒരു നിർമ്മിതി കാണാൻ വേണ്ടി മാത്രം. അപ്പം അതിൻ്റെ പ്രാധാന്യങ്ങളൊക്കെ നമ്മൾക്ക് ഒരുവിധം നമ്മൾ പഠിച്ചിട്ടുണ്ടാകാം. എന്നാലും തന്നെ നോക്കാം. ഇവിടെ കുറേ മണ്ഡപങ്ങളൊക്കെ തീർത്തിരിക്കുന്നു. മണ്ഡപങ്ങളിൽ ചുറ്റുമായി പലതരം കൊത്തുപണികളുണ്ട്. സന്ദർശകർ പ്രവാഹം തന്നെയാണ്. 40 രൂപയാണ് എൻട്രൻസ് ഫീ. ഇനിയും താഴോട്ട് ചെല്ലാനുണ്ട്. കുറേ ഭാഗങ്ങളിലോളം സന്ദർശകർ നടക്കാം. പക്ഷെ കുറച്ച് ഭാഗങ്ങളൊക്കെ പ്രവേശനം അനുവദനീയമല്ല. എവിടത്തേക്കൊക്കെ പോകാൻ പറ്റുന്നുള്ളത് നോക്കാം.
ഇതാണ് അതിൻ്റെ താഴെ കിടക്കുന്ന താഴെയോട്ട് വരുന്ന ഭാഗം. നമ്മൾ ഈ പിക്ചറിലൊക്കെ കാണുന്ന ഭാഗങ്ങളൊക്കെയാണ് കാണുന്നതൊക്കെ. 4 വശങ്ങളിൽ നിന്നും ഫോട്ടോ എടുത്താൽ അല്ലെങ്കിൽ വീഡിയോ എടുത്താൽ ഒരുവിധം എല്ലാ നിർമ്മിതികളും ചിത്രപ്പണികളൊക്കെ കാണാൻ പറ്റും. വലിയൊരു ക്ഷേത്ര സമുച്ചയം പോലെയാണ് ഇത് എടുത്തിരിക്കുന്നത്. ഏറ്റവും താഴെയായി ഒരു കിണറും. റാണി ഉദയമതി അവരുടെ ഭർത്താവിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി നിർമ്മിച്ച, ഭർത്താവ് ഭീംദേവിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി നിർമ്മിച്ച AD 1063 പൂർത്തീകരിച്ച ഈ നിർമ്മിതി യുനെസ്കോ അംഗീകാരം 2014 നേടിയിരിക്കുന്നത്. അതിനുശേഷം മാത്രമല്ല, അതിനു മുമ്പേയും ഇവിടെ സന്ദർശകരുടെ ഒരു പ്രവാഹം തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ലോകം മുഴുവനുള്ള സന്ദർശകരെ ആകർഷിക്കാൻ തരത്തിലുള്ളതാണ് ഇത് സംരക്ഷിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് ഇതിൻ്റെ സംരക്ഷണം. കൊത്തുപണികളൊക്കെ മനോഹരമായി കാണാം ഓരോ ഭാഗങ്ങളിലും. അഹമ്മദാബാദിൽ നിന്ന് വരുമ്പോൾ പാഠനിലേക്ക് ഗുജറാത്ത് ട്രാൻസ്പോർട്ടിൻ്റെ ബസ് സർവീസ് ലഭ്യമാണ്. അവിടെ നിന്ന് പാഠനിലേക്ക് 124 രൂപയുടെ ടിക്കറ്റ് എടുത്താൽ ഇവിടെ വന്നിറങ്ങാം. ബസ് സ്റ്റാൻഡിലിറങ്ങി 100 രൂപ ഓട്ടോറിന് കൊടുത്താൽ ഈ റാണി കി വാവിൻ്റെ മുന്നിൽ അവർ ഇറക്കിത്തരും. ഏകദേശം 1-2 മണിക്കൂർ നേരം കാണാനുള്ള കാഴ്ചകളൊക്കെ ഇവിടെ ഉണ്ട്. പോകുന്ന വഴി മൊധേര സൺ ടെമ്പിളും കൂടി കാണണമെന്നുണ്ട്. അത് മെഹസാന എന്ന സ്ഥലത്തിനും മൊധേരയ്ക്കിടയിലാണ്. ഇവിടെ നിന്നൊരു 30 കിലോമീറ്റർ ദൂരെയാണ് ഈ സൺ ടെമ്പിൾ. അതും നല്ലൊരു പ്രസിദ്ധമായ സ്ഥലമാണ്. സൂര്യഭഗവാൻ തന്നെ പ്രതിഷ്ഠയാണ്. പല ആളുകളും പലതരത്തിലൊക്കെ പോസ് ചെയ്ത് ഫോട്ടോ എടുക്കുകയാണ്. ഈ സ്റ്റെപ്പുകൾ ഇറങ്ങി താഴോട്ട് വരണം. ചരിത്ര സ്മാരകങ്ങൾക്കും ചരിത്ര നിർമ്മിതികൾക്കും എപ്പോഴും ടൂറിസത്തിൽ വലിയ പ്രാധാന്യമാണ്. പ്രത്യേകിച്ചിട്ട് ഇന്ത്യൻ നിർമ്മിതികൾ മറ്റ് വാസ്തുശില്പങ്ങളെ പോലെയല്ല. പണ്ടുകാലത്തെ രാജാക്കന്മാരുടെ വാസ്തുശില്പങ്ങളും അവരുടെ പലതരത്തിലുള്ള പലതും പറഞ്ഞു കൊടുക്കുന്നതൊക്കെ കേൾക്കാം. ചില ആളുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് കേൾക്കാം. വെള്ളത്തിൻ്റെ ഈ ഭാഗം വഴിയേ നമുക്ക് പ്രവേശനമുള്ളൂ. അതിന് താഴോട്ട് പ്രവേശനം, ഇതിന് അപ്പുറത്തേക്ക് പ്രവേശനം ഇല്ല എന്നാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. കാരണം അത് നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. ഏറ്റവും അടിയിലാണ് വാട്ടർ സ്റ്റോറേജ്. അത് ഇവിടുന്ന് ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൻ്റെ നിർമ്മിതിയുടെ ബലക്ഷയം കാരണം എല്ലായിടത്തേക്കും സന്ദർശകർക്ക് പ്രവേശനമില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടും അതിമനോഹരമായ ഇവിടത്തോളമാണ് ഇപ്പോൾ നമുക്ക് പ്രവേശിക്കാൻ പറ്റുന്നത്. ഇവിടെ വരെയാണ് സന്ദർശക പ്രവേശനം. അതിനുശേഷം പ്രവേശനമില്ല എന്നുള്ളതാണ്.
മനോഹരമായ ശില്പങ്ങൾ, കൊത്തുപണികളെല്ലാം നിർമ്മിച്ച പല ദേവന്മാരുടെയും ദേവിമാരുടെയും ചിത്രങ്ങളൊക്കെ കാണാം. ദേവീദേവന്മാരുടേത് നിർമ്മിതികളൊക്കെ അതിൻ്റെതായ ബലക്ഷയമുണ്ട്. പക്ഷേ എന്നാലും അതൊക്കെ വേണ്ട രീതിയിൽ സംരക്ഷിച്ച് വെച്ചിരിക്കുന്നുണ്ട്. ബലക്ഷയമുള്ള ഭാഗത്തേക്ക് സന്ദർശകർക്ക് പ്രവേശനം നൽകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഭാഗം വരെയാണ് നമുക്ക് പ്രവേശനം ലഭിക്കുക, കാണാനൊക്കെ സാധിക്കുന്നില്ല. എന്തു തന്നെയാലും അത് നല്ല കാര്യം തന്നെയാണ്. എല്ലാ ഭാഗങ്ങൾക്കും പോകണമെന്ന് നമുക്ക് നിർബന്ധിക്കപ്പെടാൻ പറ്റില്ല. വാസ്തുശില്പങ്ങളുടെ മനോഹാരിത, പഴയകാലത്തെ 1000 വർഷം മുമ്പുള്ള കാര്യം എത്ര ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അല്ലേ. ഏതാണ്ട് 1000 വർഷം മുമ്പ് ചെയ്ത കാര്യമാണ് ഇതൊക്കെ. കൊത്തുപണികളും സ്തൂപങ്ങളും മണ്ഡപങ്ങളും ഒക്കെ യഥേഷ്ടം കാണാം. എല്ലാം താഴത്തുനിന്നേ ഉയർത്തിക്കൊണ്ടുവന്ന തൂണുകളാണ്. തൂണുകൾ സാധാരണ തൂണുകളല്ല, എല്ലാത്തിലും തന്നെ ദൈവങ്ങളുടെ ചിത്രങ്ങളും ദൈവങ്ങളുടെ ശില്പങ്ങളൊക്കെ കൊത്തിവെച്ചിരിക്കുന്നുണ്ട്. യഥേഷ്ടം ശില്പങ്ങളുള്ള ഒരു ഭാഗമാണിപ്പോൾ നാം കാണുന്നത്. ഇഷ്ടംപോലെ പല ദേവന്മാരുടെയും ചിത്രങ്ങൾ കാണാം മേലെയുള്ള ചിത്രപ്പണികളിൽ. മനോഹരം തന്നെ. പലരും പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ടൂറിസ്റ്റ് ഓപ്പറേറ്റർമാരും ടൂർ ഓപ്പറേറ്റർമാരും ഗുജറാത്ത് ടൂറിൽ ഈ യുനെസ്കോ സൈറ്റ് ഉൾപ്പെടുത്തിയായി കാണുന്നില്ല. ഏതൊരു ഗുജറാത്ത് ടൂർ വന്നാലും അതിൽ റാണി കി വാവും ഓൾഡ് അഹമ്മദാബാദ് സിറ്റിയും അതും ഒരു യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച സ്ഥലമാണ്. ഇതൊക്കെ ടൂർ ഓപ്പറേറ്റർമാർ തീർച്ചയായും ഉൾപ്പെടുത്തിയിരിക്കണം എന്നുള്ളത് ശ്രദ്ധിക്കണം. സന്ദർശകരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. നോക്കാം ആരൊക്കെയാണ് ഇങ്ങോട്ടേക്കുള്ളത്. ഇനി നമുക്ക് തിരിച്ചു പോകാം. തിരിച്ചു പോകുമ്പോൾ എങ്ങനെയൊക്കെയാണുള്ളത് നോക്കാം. മേലോട്ടുള്ള കൊത്തുപണികൾ. തിരിഞ്ഞ് വരുമ്പോഴുള്ള അതാണ്, ഇത് ഉയർന്നു പോകുമ്പോഴുള്ള കാര്യങ്ങളാണ്. मी सुद्धा खय तू म्हणे खूप उदास असा म्हणतो. സൈഡുകളിലായി യഥേഷ്ടം പല ദേവീദേവന്മാരുടെയും ശില്പങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നു. അതിഭംഗിയുള്ള ശില്പങ്ങൾ തന്നെ. അതിന് യാതൊരു കേടുപാടുകളും വന്നിട്ടില്ല. അതിൽ ബുദ്ധൻ്റെയും ശില്പങ്ങൾ കാണാം. മഹാവിഷ്ണുവുണ്ട്. എല്ലാ ദേവന്മാരെയും ശില്പങ്ങളൊക്കെയാണ് കൊത്തിവെച്ചിരിക്കുന്നത്. നാല് വശങ്ങളിലും ഇതുപോലെ ചിത്രപ്പണികളും ശില്പങ്ങളും ഒക്കെ അലങ്കരിച്ച ഒരു വലിയൊരു വാസ്തു നിർമ്മിതി തന്നെയാണ് റാണി കി വാവ്, അല്ല ക്യൂൻസ് ടെമ്പിൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. റാണി ഉദ്യമതി അവരുടെ ഭർത്താവ് ഭീംദേവിൻ്റെ സ്മരണക്കായി നിർമ്മിച്ച ഈ അതുല്യ നിർമ്മിതി നമുക്കിപ്പോൾ കാണുന്നത് ഇതിൻ്റെ ഉയരമുള്ള നമ്മളൊരു ഉയർന്ന സ്ഥലത്ത് നിന്ന് താഴോട്ട് ഇറങ്ങി വരികയാണ് ചെയ്യുക. താഴോട്ടാണ് നിർമ്മിതി പോയിരിക്കുന്നത്. കാരണം തീർച്ചയായിട്ടും അറിയാമല്ലോ, ഒരു സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ അതിൽ കിണർ ഏറ്റവും താഴെയാണ്. കിണറിന് ചുറ്റുമായി ഇത്തരത്തിലുള്ള മനോഹര നിർമ്മിതികളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. എത്രയോ വർഷം കൊണ്ട് പണി തീർത്ത്, ഏതാണ്ട് 40 വർഷമോളം കൊണ്ടാണിത് പൂർത്തിയാക്കിയെന്നാണ് കാണുന്നത്. 2020 തൊട്ടിട്ട് 1960
ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയതെന്നാണ് ചരിത്രത്തിൽ കാണിക്കുന്നത്. ഒരു പല ലെവലുകളായി തിരിച്ചിട്ടാണ് സ്റ്റെപ്പിൽ താഴോട്ട് പോയിരിക്കുന്നത്. ഓരോ ലെവലിലും ഇഷ്ടംപോലെ മണ്ഡപങ്ങൾ കാണാം. മണ്ഡപങ്ങൾക്കൊന്നും യാതൊരു കേടുപാടും സംഭവിച്ചിട്ടില്ല. അതിലൊക്കെ കൊത്തുപണികളൊക്കെ ഭംഗിയായി തെളിഞ്ഞ് കാണുന്നുണ്ട്. മേലെയുള്ള ഭാഗമാണ് ഞാനിപ്പോൾ കാണുന്നത്. അതുപോലെ ഓരോന്നിൻ്റെയും മേൽഭാഗങ്ങളൊക്കെ അധികം പോറലൊന്നും സംഭവിച്ചിട്ടില്ല. ഇത് നോക്കാം, കൊത്തുപണികൾ. സന്ദർശകർ ഇഷ്ടംപോലെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ഉണ്ട്. ഇതൊക്കെയാണ് സ്റ്റെപ്സുകൾ, താഴോട്ട് ഇറങ്ങി വരേണ്ട സ്റ്റെപ്സുകൾ. കുത്തുപണികൾ, തൂണുകൾ അല്ലേ. ഇതിൻ്റെ മേൽഭാഗങ്ങൾ കാണാം. ഗുജറാത്തിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടമായി റാണി കി വാവ് മാറിയിരിക്കുന്നു എന്നതിൽ യാതൊരു സംശയമില്ല. വിദേശികളെ അടക്കം ഒന്നിറങ്ങി ആകർഷിക്കുന്ന ഒരു സ്ഥലം തന്നെയാണിത്. പ്രത്യേകിച്ചിട്ട് ഇതിൻ്റെ ചരിത്ര നിർമ്മിതി, അതിൻ്റെ വാസ്തുശില്പം, അതിൻ്റെ ആർക്കിയോളജി, ഇങ്ങനെ എല്ലാ വശങ്ങളും നോക്കുമ്പോൾ അത് വേണ്ട രീതിയിൽ പൈതൃകമായി സംരക്ഷിച്ച് വെച്ചിരിക്കുന്നു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ എല്ലാ സംരക്ഷണം ഇതിന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സന്ദർശകർക്ക് പ്രവേശിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കുറച്ച് ചില ഭാഗങ്ങളൊക്കെ ബലക്ഷയം വന്ന കാരണം അതുമാത്രമാണ്. അതൊക്കെ ബലപ്പെടുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റുമായിരിക്കും. എല്ലാവരും കാണാൻ പറ്റുമായിരിക്കുന്നു. നോക്കാം. ഏതാണ്ട് ഇതൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ ഒരുവിധം കാഴ്ചകളൊക്കെ. അതിൻ്റെ ഹിസ്റ്ററിയും അതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും ഇംഗ്ലീഷിൽ. അതെല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതട്ടെ. ഒരു 3 ദിവസത്തെ ടൂറിന് വേണ്ടി മാത്രം വന്നതാണ് ഞാൻ. കണ്ണൂരിൽ നിന്ന് ചെന്നൈ വഴി അഹമ്മദാബാദ്, തിരിച്ചു പോകുമ്പോൾ അഹമ്മദാബാദ്, ബോംബെ, കണ്ണൂർ, 3 ദിവസത്തെ ടൂറ്. വലിയ ബഡ്ജറ്റിലല്ലാത്ത ഒരു സിംഗിൾ ട്രാവലാണ്. ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നതാണ്. വേറെ ആരും കൂടെ ഇല്ല. ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത ഒരു ചെറിയ ടൂർ. 2 3 സ്ഥലങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിരിക്കുന്നുള്ളൂ. അതിൽ പ്രധാനമായും ഒന്ന് റാണി കി വാവും, രണ്ടാമത്തെ യുനെസ്കോ സൈറ്റായ ഓൾഡ് സിറ്റി ഓഫ് അഹമ്മദാബാദ്, അതും യുനെസ്കോ പട്ടികയിൽ ഇടം നേടിയ ഒരു സ്ഥലമാണ്. അത് ഞാൻ നാളെ കണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ വിവരിക്കുന്നതായിരിക്കും. ഏതാണ്ട് ഈ വീഡിയോയിലെ ഒരുവിധ കാഴ്ചകളൊക്കെ നമ്മൾ കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിതിലേക്ക് മേലോട്ട് കാഴ്ചകൾ കൂടി നോക്കാം. സന്ദർശകരുടെ കാഴ്ചകൾ. മലയാളികൾ ഇന്നധികം കാണാനില്ല. പൊതുവെ പലരും ഹിന്ദിക്കാരും ബാക്കി സംസ്ഥാനക്കാരും ഒക്കെയാണ് കാണുന്നത്. കുറേയധികം പടവുകൾ ഇറങ്ങി താഴോട്ട് ചെന്ന് താഴേക്കുള്ള ഒരു കിണറിൻ്റെ രൂപത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. കിണർ ഏറ്റവും താഴെയാണ്. പല പടവുകളും സൈഡിലുള്ള ചിത്രപ്പണികളും കൊത്തുപണികളും ദേവീദേവന്മാരുടെ ശില്പങ്ങളൊക്കെയാണ് ഇവിടുത്തെ. കരിങ്കൽ ശില്പങ്ങളാണ് എല്ലാം. മുഴുവനായും കരിങ്കല്ലാണ് കൊത്തിയുണ്ടാക്കിയിരിക്കുന്നത്. കൂടാതെ പലതരത്തിലുള്ള
കല്ലുകളും പാകിയിരിക്കുന്നു സൈഡിലൊക്കെ. ശരിയായ കരിങ്കല്ലല്ലാതെ തന്നെ ലൈം സ്റ്റോൺ പോലത്തെയും ഒക്കെ കാണാം. ഇതൊക്കെ സംരക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ കുറേ കൂടി കഴിയുമ്പോൾ അതിൻ്റെ വേണ്ട രീതിയിൽ സംരക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് വർഷങ്ങളോളം നിലനിർത്താൻ പറ്റുമെന്നതിൽ സംശയമില്ല. സന്ദർശകർ പ്രവാഹം കൊണ്ടും ഇതിന് നിർമ്മിതികൾക്ക് കേടുപാട് പറ്റാൻ പാടില്ല എന്നുള്ളതാണ് ഒരു കാര്യം. കാരണം ഇത്രയും ചരിത്രപരമായ വാസ്തുകളും നിർമ്മിതികളും ഒരു കാരണവശാലും സന്ദർശകരെ കൊണ്ട് അതിനൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. സൈഡിലൊക്കെ എന്തൊക്കെയോ ചില വസ്തുക്കളൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ പണി നടന്നതാണോ അല്ലെങ്കിൽ പുതുക്കുന്നതാണോ അറിയില്ല. ഇങ്ങനെയൊക്കെ കാണുന്നു. ഇതിൻ്റെ പ്ലാറ്റ്ഫോമാണ് ഏറ്റവും മേലത്തെ. അതിൻ്റെ ചുറ്റുമായി ഒരു വലിയ ഒരു മതിലുണ്ട്. ഉള്ളിലേക്ക് വരാൻ കാണാമല്ലോ, ഒരു ചുറ്റുമതിൽ തന്നെയുണ്ട്. ഒരു വലിയ ചുറ്റുമതിൽ ഒരുക്കിയിരിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതട്ടെ. നാളെ മറ്റൊരു വീഡിയോയുമായി ഞാൻ വരാം. അത് ഓൾഡ് അഹമ്മദാബാദ് സിറ്റി ടൂറായിരിക്കും. നന്ദി, നമസ്കാരം.